ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി സംഗമ വേദിയിലേക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഔദ്യോഗിക ഉദ്ഘാടനം 10 മണി 10:30 ഉണ്ടാകും എന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. പ്രതിനിധികൾ വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി മുഖ്യമന്ത്രി ഇപ്പോൾ അയ്യപ്പ സംഗമ വേദിയിലേക്ക്, പമ്പാതീരത്തുള്ള അയ്യപ്പ സംഗമ വേദിയിലേക്ക് എത്തുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന ചർച്ചയാകാൻ പോകുന്നു. 3 സെഷനുകളിലായി 3000-ലധികം പ്രതിനിധികൾ ഈ സംഗമത്തിന്റെ ഭാഗമാകാൻ പോകുന്നു. പ്രതിപക്ഷം സഹകരിച്ചില്ലെങ്കിലും യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല എന്ന സമീപനം സ്വീകരിച്ചുകൊണ്ട് വിവാദങ്ങൾ, വിമർശനങ്ങളെയൊക്കെ പ്രതിരോധിച്ചുകൊണ്ട് സർക്കാർ പരിപാടിയുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെയും ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന് ഔദ്യോഗികമായി തുടക്കമാവാൻ പോവുകയാണ്. വേദിയിൽ ആദ്യം തന്ത്രി തിരികൊളുത്തും, അതിനുശേഷം മുഖ്യമന്ത്രി തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിക്കും എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന അറിയിപ്പ്. 3000-ലധികം പ്രതിനിധികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള 2 മന്ത്രിമാർ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമാകാൻ പോവുകയാണ്. നേരത്തെ ഉയർന്നു വന്ന വിവാദങ്ങൾ, വിമർശനങ്ങൾ, അതിനെയൊക്കെ മറികടന്ന് ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി അല്പസമയത്തിനകം വേദിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കുന്നു. എസ് വിജയകുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി പരിപാടികൾക്ക് തുടക്കമാകാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്, കാഴ്ചകൾ എങ്ങനെയാണ് വിജയകുമാർ? മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും മുഖ്യമന്ത്രിയും ഒരുമിച്ചാണ് പരിപാടിയിൽ പങ്കെടുക്കാനായി വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം അയ്യപ്പ സംഗമത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടന സെഷനാണ് നടക്കുന്നത്. അതിൽ പങ്കെടുക്കേണ്ട എല്ലാവരും തന്നെ വേദിയിൽ എത്തിയിട്ടുണ്ട്. തമിഴ്നാട് മന്ത്രിമാരൊക്കെ തന്നെ നേരത്തെ വേദിയിലെത്തിയിരുന്നു. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെത്തി. NSSനെ പ്രതിനിധീകരിച്ച് NSSന്റെ വൈസ് പ്രസിഡന്റ്, തിരുവനന്തപുരം താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റ് സംഗീത് കുമാറാണ് എത്തിയത്. മറ്റ് സമുദായ നേതാക്കൾ ഉൾപ്പെടെ പുന്നല ശ്രീകുമാർ, KPMSന്റെ ജനറൽ സെക്രട്ടറി പുന്നല ശ്രീകുമാർ ഉൾപ്പെടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. തന്ത്രി കുടുംബത്തെ പ്രതിനിധീകരിച്ച് ഇപ്പോഴത്തെ ശബരിമലയിലെ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം നേരത്തെ തന്നെ വേദിയിലുണ്ട്. സംസ്ഥാന മന്ത്രിമാരെല്ലാവരും, അത് ദേവസ്വം മന്ത്രിയുണ്ട്, അതുപോലെ മന്ത്രി സജി ചെറിയാൻ, വീണ ജോർജ്, റോഷി പ്രസാദ്, ദേവസ്വം മന്ത്രി VN വാസവനും ദേവസ്വം ബോർഡ് അംഗങ്ങളും ചേർന്ന് ഈ വേദിക്ക് പുറത്ത് സ്വീകരിച്ചു. അങ്ങനെ അപ്പോൾ വേദിയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഈ അയ്യപ്പ സംഗമത്തിന്റെ, ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടന സെഷൻ ആരംഭിക്കും. ഉദ്ഘാടന സെഷൻ കഴിഞ്ഞാൽ അവിടെ പിന്നീടുള്ളത് വിവിധ സെഷനുകളാണ്. മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ച ചർച്ച, ക്രൗഡ് മാനേജ്മെന്റ് സംബന്ധിച്ച ചർച്ചകള്, തീർത്ഥാടകരെ, അതുപോലെ ടൂറിസം സാധ്യതകൾ ചർച്ച ചെയ്യുന്ന പിൽഗ്രിം ടൂറിസം സംബന്ധിച്ച ചർച്ചകൾ, അങ്ങനെ വിവിധ സെഷനുകളായ ചർച്ചകൾ. ഈ ചർച്ചകൾ ക്രോഡീകരിച്ച് ദേവസ്വം മന്ത്രി ഉച്ചയ്ക്ക് ശേഷം ഒരു പേപ്പർ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അത് ഈ സംഗമത്തിന്റെ ഒരു ആകെ തുകയായി അതിനെ വിലയിരുത്താം. അതിന്മേൽ അത് പരിശോധിക്കുന്നതിനും അത് നടപ്പാക്കുന്നതിനുമായി ഒരു സമിതിയെ വെക്കുന്നുണ്ട്. ഈ സെഷനുകളിൽ നേതൃത്വം വഹിക്കേണ്ട മോഡറേറ്റർമാർ ഇപ്പോൾ K ജയകുമാർ IAS, അതുപോലെ തന്നെ മുൻ DGP ജേക്കബ് പുന്നൂസ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയവർ, ഞാൻ പറയാൻ വിട്ടുപോയൊരു പ്രധാനപ്പെട്ട കാര്യം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഈ പരിപാടിക്ക് ആശംസ അറിയിച്ച് ഒരു കത്ത് അയച്ചിട്ടുണ്ട്. മന്ത്രി VN വാസവനാണ് ആ കത്ത് അയച്ചത്. അല്പസമയം മുമ്പ് മന്ത്രി VN വാസവൻ ആ കത്തിനെ പറ്റി നമ്മളോട് സംസാരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് യോഗി ആദിത്യനാഥിന് ആശംസ അറിയിച്ചിട്ടുണ്ട്. ഈ പരിപാടി അതിന്റെ ലക്ഷ്യം നിറവേറട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. എല്ലാ ഭാവുകങ്ങളും നേരുന്നു എന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. BJP ഈ പരിപാടിയോട് സഹകരിക്കാതെ മാറി നിൽക്കുമ്പോഴാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതിന് ആശംസ അറിയിക്കുന്നത് എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോഴത്തെ പ്രതിനിധികൾ ഓരോരുത്തരായി ഈ വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. തമിഴ്നാട് മന്ത്രി നേരത്തെ പഴനിവേൽ അതിൽ പങ്കെടുക്കേണ്ട അദ്ദേഹം ശബരിമല ദർശനം. എസ് വിജയകുമാറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. സംസ്ഥാന മന്ത്രിമാർ, സാമുദായിക സംഘടനാ പ്രതിനിധികൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ ഒക്കെ സംഗമ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പരിപാടികൾക്ക് ഔദ്യോഗികമായി തുടക്കമാകാൻ പോവുകയാണ്. 3 സെഷനുകളിലായാണ് ചർച്ചകൾ നടക്കാൻ പോകുന്നത്. ശബരിമല മാസ്റ്റർ പ്ലാൻ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച, അതിനുശേഷം ഒരു
ആ ചർച്ചയ്ക്ക് ശേഷം ക്രൗഡ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയം രണ്ടാം സെഷനിൽ ചർച്ചയിൽ ഉയർന്നു വരും. ടൂറിസം സാധ്യതകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകും. അങ്ങനെ ശബരിമലയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട ഒരു പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള കൂടിയാലോചനകൾ കൂടിയാണ് ഇനി സംഗമവേദിയിൽ നടക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി എത്തിയതോടുകൂടി ഔദ്യോഗിക ഉദ്ഘാടനം ഇനി അധികം വൈകില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. BJP സഹകരിക്കാതെ മാറി നിൽക്കുന്നതിനിടയിൽ ചടങ്ങിന് ആശംസാ സന്ദേശം അറിയിച്ചുകൊണ്ട് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഒരു ആശംസാ കത്തുകൂടി സർക്കാരിന് എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.